ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ മാമിൻ്റെ വീട്ടിലെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ രാവിലെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു, മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യ കേട്ടോ. ഇഷ്മോൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഞാൻ സൈക്കിൾ ഓട്ടട്ടെ എന്നൊക്കെ. പക്ഷേ മഴ ഇതിനൊന്നും സാധിക്കണില്ല. ഇതൊക്കെയാണ് കേട്ടോ മാമിൻ്റെ വീട്ടിലെ ഫ്രണ്ടിലെ കാഴ്ചകളൊക്കെ. കണ്ടില്ലേ ഇഷ്മോളെ തല ഇങ്ങനെ കാണുന്നത്. അവൾ മഴയത്ത് ഇറങ്ങട്ടെ, മഴയത്ത് കുളിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. കാരണം ആ വീട്ടിലുണ്ടല്ലോ, ഓപ്പോസിറ്റ് വീട്ടിൽ അവിടെ സ്വിമ്മിങ് പൂളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതാണ് കേട്ടോ താമിയ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് താമിയും സാൻഡ്വിച്ചൊക്കെ ആയിട്ട് കഴിക്കാറുണ്ട്. ഇതാണ് കേട്ടോ താമിയൻ്റെ കൂട്ടുകൾ എല്ലാം അരച്ച് വെച്ച് അതിന് ശേഷം ഈ ഒരു ഓവൽ ഷേപ്പിൽ ആക്കിയിട്ടാണ് കേട്ടോ കട്ട്ലേറ്റ് പോലെ കേട്ടോ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ട് തരാം കേട്ടോ, എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ഇത് നല്ല ടേസ്റ്റ്. ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ വയറൊക്കെ നിറയും കേട്ടോ. അങ്ങനെ സാൻഡ്വിച്ച് റെഡിയാക്കാനും ഉള്ളതാണ് കേട്ടോ. സാൻഡ്വിച്ചിനുള്ള കൂട്ടാണ് ഇത് ഉള്ളത്. ചിക്കനും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട്. അങ്ങനെ ഈ കേക്ക് ഞങ്ങൾ ഇന്നലെ വന്നതിന് ശേഷം ഉണ്ടാക്കിയില്ലായിരുന്നോ, അതേപോലെ തന്നെ അവൾ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ. അവൾക്ക് മദ്രസക്ക് കൊണ്ടുപോകാനുണ്ട്, മദ്രസയിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിലേക്ക് വേണം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എടുത്തായിരുന്നു. ഇത് ആ താമിയൻ്റെ ഇത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നല്ല ഒരു കുഴിയുള്ള ചട്ടിയിൽ ഓയിലൊഴിച്ച് നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അത് പൊട്ടിപ്പോരാതെ ഇളക്കും വേണം, ഇടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം ഒന്ന് വെന്ത് ഉഷാറായി വരട്ടെ. അങ്ങനെ ഇവിടെ ഇതാണ് കേട്ടോ. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ വഴുതനങ്ങ കേട്ടോ. വഴുതനങ്ങ മെയിനായിട്ട് വേണം ഈ ഒരു താമിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂട്ടിക്കാണ്ട് ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതുണ്ടല്ലേ ഈ താമിയൻ്റെ ആ സാധനം അത് പൊരിച്ചെടുത്തതാണിത്. അങ്ങനെ നല്ല രസമുണ്ട് പറഞ്ഞില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഇതായി. പിന്നെ മാമിൻ്റെ വീട് ജസ്റ്റ് അങ്ങനെ ഒന്ന് കാട്ടി തരാം കേട്ടോ. അത് ലിവിങ് ഏരിയ ഇങ്ങനെ ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ചുമരൊക്കെ ടൈലിട്ടേക്കാണ്. ഇതേപോലെ തന്നെ കേട്ടോ എല്ലായിടവും ടൈലിട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ക്ലീനിങ് ടൈമിലൊക്കെ പെട്ടെന്ന് കഴുകിയെടുത്താൽ മതി. ഇത് കിച്ചൻ്റെ ആ ഒരു ഭാഗം കേട്ടോ. 2 പാർട്ടാക്കിയാണ്ട് ഇതാണ് ആ ഒരു ഇടവഴിയിൽ ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടുകാണ്ട്, അതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചമൊക്കെ എപ്പോഴും ഉണ്ടാവും ചെയ്യും. 2 ഭാഗം ആക്കിയാണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ വീട് കുറേ കാലങ്ങൾക്ക് ശേഷം കാണുക കേട്ടോ. കണ്ടില്ല ഇവിടെയൊക്കെ ടൈലിട്ടിരിക്കണ ചുമര്. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കലും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ പൊടികളും എല്ലാം ഇട്ട് വെക്കുന്ന ഒരു സ്റ്റീൽ ഡബ്ബയിലാണ്. അപ്പം ഞാൻ ഓരോന്നിങ്ങനെ കാണിച്ച് കൊടുക്കട്ടെ. അപ്പോൾ മെമ്മറിയുണ്ട്, ഞാൻ പിന്നെ ക്ലീനാക്കി വെച്ചിട്ടൊന്നുമില്ല. മാഷാ അല്ലാ നല്ലോണം ക്ലീനിങ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ ഓരോ ഇതിങ്ങനെ തുറന്ന് എന്നെ കാട്ടി തന്നിരുന്നു കേട്ടോ. ഓരോ ഡബ്ബകളും തുറന്നിങ്ങനെ അതിൽ എന്തൊക്കെയുണ്ട് അപ്പോൾ ഇത് കാട്ടി തന്നിട്ടോ. ഇത് ബാർലി പൗഡറാണ്. കാരണം ഇതുകൊണ്ട് കുറുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാം. അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് നല്ലൊരു നല്ലൊരു പിന്നെ ഐറ്റം ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം. അപ്പോൾ താമിയക്ക് വേണ്ട സാധനം കേട്ടോ. വഴുതനങ്ങ ഷാലോ ഫ്രൈ ചെയ്തത്, മുട്ട പുഴുങ്ങിയത്, ഇത് റൊട്ടിയിൽ ഇട്ടുകാണ്ട് അങ്ങനെ റോൾ ചെയ്യാണ് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആദ്യം മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹൈക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് റെഡിയാക്കുക. അങ്ങനെ ആ ഒരു ദിവസം നമ്മൾ അവിടെ കൂടി നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് ചിരിച്ചും ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ കാലത്തിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളിവിടെ വന്ന് കണ്ടുമുട്ടുന്നത്. അതിന് ശേഷം ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. സാൻഡ്വിച്ച് ഉണ്ടാക്കിയ റൊട്ടിയിൽ അതേപോലെ താമിയം ഇതിലിട്ടാണ്ട് റോൾ ചെയ്തൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവർക്ക് പറഞ്ഞാൽ ഇവർ 2 വീട് ഉള്ളതുകൊണ്ട് തന്നെ
അവരങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നല്ല സെറ്റായി കഴിയുന്നവരാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉള്ളത് റോള് ചുറ്റിയതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചില്ല. ഇത് കണ്ടോ, ഈ ഒരു ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആപ്പ നല്ല മൃഗസ്നേഹിയാണെന്നുള്ളത്. ഇതിൻ്റെ ആ അപ്പുറത്തെ കോമ്പൗണ്ടിലാണ് കേട്ടോ ഇങ്ങനെ ഓരോ ഐറ്റംസിനെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വരുന്നവർക്കും വീട്ടിൽ താമസിക്കുന്നവർക്കും ഇവരെ യാതൊരു ശല്യവും ഉണ്ടാവില്ല കേട്ടോ. തത്ത അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. കോഴികൾ തന്നെ പല ഇതിലുണ്ട് കേട്ടോ. നാടൻ കോഴിക്കളും കഴുത്തിൽ തൂവലില്ല അങ്ങനത്തെ ഐറ്റംസും, താറാവ്, പ്രാവ് തന്നെ പല തരത്തിലുണ്ട് കേട്ടോ. ഇതിന് നല്ല ക്ലീനിങ്ങും കാര്യമൊക്കെ ആപ്പ് തന്നെയാണ് ചെയ്ത് ആ വൃത്തിയിൽ കൊണ്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇവരെയൊക്കെ. അങ്ങനെ കണ്ടില്ലേ, കാടയാണ് കേട്ടോ അതിൻ്റെ താഴെ ഇങ്ങനെ ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒരുവിധം മിക്ക ജീവികളും ഉണ്ട് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ മിക്ക ജീവികളും അവർക്ക് വേണ്ട തീറ്റകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ താറാവ് ഉണ്ടല്ലേ, അതിൽ മുയലുണ്ട്, താറാവുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഒരു സൂ പോലെ ഇങ്ങനെ കണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ ഇതൊക്കെ. പക്ഷേ ക്ലീൻ ആക്കാൻ കുറച്ച് അങ്ങോട്ട് പാടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനും അനിയത്തിയും രാവിലെ തന്നെ ഇന്നലെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് എടുക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പിന്നെ വലിയ വെളിച്ചം ഉണ്ടാവില്ല എന്നാണ്ട് രാവിലെ തന്നെ മഴ തോർന്നതിന് ശേഷം ഞാനും അനിയത്തി പെട്ടെന്ന് വന്നതാണ് കേട്ടോ. നമുക്കിനി ഇത് വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാണാനുള്ള ഇതല്ലേ പറഞ്ഞാണ്ട് അങ്ങനെ ആദ്യമേ ഉണ്ട് കേട്ടോ ആപ്പാക്ക് ഇങ്ങനെയൊക്കെ ഓരോ ഇഷ്ടങ്ങളും. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ഇത് ഓരോ ഗ്രില്ല് ടൈപ്പൊക്കെ കൂടുണ്ടാക്കിയാണ്ട് ഓരോരുത്തരായിട്ട് അതിൽ ഇപ്പോൾ ഇതിൽ കോഴിക്കൾ, ഇനി വേറൊരു ഗ്രില്ലിൽ വേറെ കോഴിക്കൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഐറ്റംസുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ ഫുഡ് വേസ്റ്റ് ആക്കുന്നതും എന്തായാലും ഇവർക്ക് പറ്റും കേട്ടോ. എന്ത് വേസ്റ്റും പറ്റും. അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് ആയാലും അത്ര പ്രശ്നമല്ല. പിന്നെ മുയൽ ആകെ ഒന്നെന്നെ കേട്ടോ ഉണ്ടായിരുന്നിട്ടുള്ളത്. അതിനെ പുറത്തേക്കൊക്കെ വിട്ടിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ. അപ്പോൾ ഞങ്ങൾ കുറേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് മുയലിനെയൊക്കെ പെട്ടെന്ന് കാണാമെന്നൊക്കെ. ആദ്യം എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു മുയൽ. കണ്ടില്ല എത്ര ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ വീടും ഈ ഒരു കോമ്പൗണ്ടായിട്ട്. അപ്പോൾ അനിയത്തി വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നതാട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് കേട്ടോ മുയലിൻ്റെ. പിന്നെ ഈ ഓരോ മൃഗങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കണമൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഇപ്പോൾ ആടൊക്കെ ആകുമ്പോൾ ആടിങ്ങനെ ചവച്ചരച്ച് കഴിക്കണതും കോഴിക്കളാകുമ്പോൾ കൊത്തിപ്പെറുക്കി തിന്നണം, അതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. പക്ഷേ എനിക്ക് വളർത്തണമൊന്നും ഒരു ഇഷ്ടമല്ല കേട്ടോ. കാണുന്നതൊക്കെ ഇഷ്ടമാണ്. പ്രാവൊക്കെ കണ്ടില്ലേ, ആ കുറുകുറു സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഗ്രില്ലിങ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവരും അതിനനുസരിച്ച് ഇങ്ങനെ കുറുകുന്നുണ്ട് കേട്ടോ. പല അതിൻ്റെ മുകളിൽ കണ്ടില്ലേ വേറൊരു ഐറ്റം പ്രാവ്. അതൊക്കെ ഇനി ഓരോരുത്തർ ഇങ്ങനെ എന്തെങ്കിലും പറ്റിക്കാണ്ടൊക്കെ അങ്ങനെയും കൊടുന്ന് കൊടുക്കും കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് അനിയത്തി ഇത് പിന്നെ ഗ്രില്ലൊക്കെ ലോക്ക് ചെയ്ത് വരിക കേട്ടോ. കാരണം എന്തേലും വേറെ ഒന്നും കിടക്കണ്ടല്ലോ. അതിന് ശേഷം ഇതുണ്ടാവും കരിമ്പാട്ടോ. പണ്ട് ഞാൻ പറഞ്ഞിരുന്നു മേമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പാണ്. ഈ ഒരു കരിമ്പാണ് കേട്ടോ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കും കട്ട് ചെയ്ത് തന്നിരുന്നു കേട്ടോ കരിമ്പ്. അതേപോലെ ആ താമിയൊക്കെ ചേർത്തിനെ ചീര ഉണ്ട് അതിൻ്റെ ബാക്കിലുള്ളത്. അതൊക്കെ പാലക്ക് ചീര ശരിക്കും ചേർക്കണ്ടേ, പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഈ ഒരു ചീര ചേർത്തതാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ അടുത്ത് തന്നെ പിന്നെ ഒരു ഏലക്കായിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ തൈകളാണ് കേട്ടോ. സപ്പോട്ട, എളന്തപ്പഴത്തിൻ്റെ ആണ് കേട്ടോ ഇത് വരുന്നത്. ഇത് പണ്ടൊക്കെ കാട്ടിലുണ്ടായിരുന്ന ചുള്ളിക്കായി ഞങ്ങൾ പറഞ്ഞാൽ അതാണോ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കൃഷിയായിട്ടും ഫ്രൂട്ടിൻ്റെതായിട്ടൊക്കെ ഇതിന്മേൽ നല്ല കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന പാടന്നെ ചെറിയൊരു കായ ഉണ്ടായിട്ടുള്ളൂ. ഇത് പേരക്കൻ്റെ ആണ് ഇതുകൊണ്ട്. ഇത് അതേപോലെ റംബുട്ടാനല്ലേ, റംബുട്ടാൻ തന്നെയാണ്. ഇതിന്മേലൊന്നും കായ ഉണ്ടായില്ല. ഈ ഇളന്തപ്പഴം കണ്ടോ, ഇത് ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറിച്ച് തന്നിരുന്നു. പക്ഷേ അത് വല്ലാതെ അങ്ങോട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് പിന്നെ പറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നല്ല രസമല്ലേ ഓരോ പച്ചപ്പ് ഇങ്ങനെ കാണാനും. അത് ഓരോ കൃഷികളുണ്ട് കേട്ടോ. കപ്പായിട്ടും കറിവേപ്പിലയായിട്ടും എല്ലാ ഐറ്റം. പിന്നെ അതേപോലെ അടുക്കള ഭാഗത്തും ഉണ്ട് കേട്ടോ കോവക്ക, പിന്നെ മുന്തിരി, അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ആയിട്ട്. അങ്ങനെ അത് ഞാൻ വീഡിയോ എടുത്തുക്കണമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് വേപ്പ് മരം ഉണ്ട് കേട്ടോ, മറ്റേ ആര്യവേപ്പ്.
അങ്ങനെ ഈ മൈലാഞ്ചി നല്ലോണം ചുവക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണ് ഇത് കണ്ടില്ലേ, എന്താണ് ഇവിടെ പിന്നെ ഇവിടെ കേട്ടോ ചെമ്പരത്തി കോവയ്ക്കൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ മുകളിലാണ്. അങ്ങനെ ഓരോ ഇതിൽ വൃത്തിക്ക് പിന്നെ ഉണ്ടാക്കിയും ചെയ്തിട്ടുണ്ട്. പപ്പായ ആയിട്ടും എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കടയിൽ നിന്നൊന്നും അതുകൊണ്ട് വാങ്ങിക്കേണ്ടല്ലോ എന്നൊക്കെ പറയട്ടാ. അപ്പം മാം പറയുന്നുണ്ട് ചിലപ്പം ഇതിൽ നിന്ന് തന്നെ ഒരുവിധമൊക്കെ എടുക്കല്ലേ പറഞ്ഞു. അങ്ങനെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കിണറാണ് കേട്ടോ. എനിക്ക് ഇത് കാണുമ്പോഴാണ് എപ്പോഴൊരു സന്തോഷം തോന്നുക. കാരണം ഇത് വെള്ളമൊക്കെ നല്ല ബ്ലൂ കളറായിട്ട് മഴയും കൂടി പെയ്തുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഈന്തപ്പഴത്തിൻ്റെ തയ്യ്, ഇത് ഓരോരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇതായിരുന്നു കേട്ടോ തലേന്ന് കഴിച്ചിരുന്ന മാങ്ങ. അപ്പോൾ അനിയത്തി വീഡിയോ എടുക്കേണ്ടപ്പോൾ ഞാൻ പോസ് എടുക്കാനാണ്ട് പിന്നെ ഇവളെ ഞാൻ നിർബന്ധിച്ച് നിർത്തിപ്പിക്കണം കേട്ടോ. അങ്ങനെ എന്താണ് പിന്നെ വീഡിയോ ഞാൻ നിന്നിക്കാണ്ട് വീഡിയോ എടുത്താൽ മതി, പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടൂല എഴുതിയിട്ടാണ്ട്. ഇത് പിന്നെ പുറത്തേക്കായിട്ട് ഇങ്ങനെ ചെറിയ തോതിലൊരു മുല്ലമരം ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അവളത് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഉള്ളതൊക്കെ അവൾ പറിച്ചെടുത്തിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അവരെ എളാപ്പയുടെ വീട് പറഞ്ഞത്, അവരുടെ വീടിൻ്റെ തന്നെ ഓപ്പോസിറ്റ്. അങ്ങനെ എന്താണ് ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം മരം ഇതൊക്കെ ആയിട്ട്. അതിൻ്റെ വീഡിയോസൊക്കെ പിന്നെ കാട്ടിത്തരാം കേട്ടോ. ആ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾക്ക് അന്ന് നൈറ്റിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനുള്ളത്. ഇത് കണ്ട ഈ ഇളന്തപ്പഴത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഞാൻ അവിടെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഇവിടെ സീനിയറി നല്ല രസമുണ്ടല്ലേ പറഞ്ഞാണ്ട്. ഇതാണ് കേട്ടോ ഇളന്തപ്പഴം, ചെറുതായിട്ടുള്ളൂ. പക്ഷേ എനിക്കൊന്നും ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊക്കെ വലുതായാൽ ഒന്നിങ്ങനെ കഴിക്കുന്നല്ലാതെ ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറിഞ്ഞു കേട്ടോ. അവൾ ഇത് ചക്കപ്പഴത്തിൻ്റെത് അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. തൈകളായിട്ടും കൃഷികളായിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. എന്താണ് അപ്പോൾ അവിടെ ഒരു വീട്ടിലേക്കുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടത്. എന്താണ് പിന്നെ ഇത്രയും ഇത് പിന്നെ ഓരോ മരങ്ങളുണ്ടായാലും അതിൻ്റേതായ പിന്നെ വേസ്റ്റും കാര്യമൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇഷ്മോൾ കണ്ടില്ലേ, മഴ ഒന്നും അങ്ങോട്ട് തുറന്നപ്പോഴത്തേനും അവൾ സൈക്കിള് ഓട്ടൽ തുടങ്ങി. അവൾക്ക് സൈക്കിൾ ഓട്ടുക അല്ലെങ്കിൽ കളിക്കോപ്പെടുത്ത് കളിക്കുക തന്നെ. അതുകൊണ്ട് തന്നെ ഇഷ്മോൾ നല്ലോണം പഠിച്ചും ചെയ്തു കേട്ടോ. ഇത് കുറേ അതിൻ്റെ ഇടയിൽ വീഡിയോക്കെ ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ട്. പിന്നെ ചില സമയത്ത് ഞാൻ കാണാത്ത മാതിരി നിൽക്കും. എന്താണ് അങ്ങനെ ഒക്കെ ആയിട്ട് പോയി. പിന്നെ ഇവൾ ഓരോന്നിങ്ങനെ കാട്ടിത്തരാം കേട്ടോ. ഇത് ഭാവി ഇതെനിക്ക് അങ്ങനെ ആക്കിയരോ എന്നൊക്കെ പറഞ്ഞേക്കാണ്ട് അവളെ തുള്ളിച്ചാടിട്ട്. ഇവിടെ ഇവർക്ക് തന്നെ പിന്നെ കളിക്കാനുള്ളതും എല്ലാ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണ് ഇതാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന കോവയ്ക്കൻ്റെയും മുന്തിരിൻ്റെയൊക്കെ വള്ളി പടർത്തിയത് കേട്ടോ. ഈ ഒരു മുകളിൽ എന്താണ് നെറ്റും കാര്യമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ. ഇത് പിന്നെ അന്നേ ദിവസം ഉച്ചക്കുള്ള ക്യാരറ്റ് ചോറാണ് കേട്ടോ. അതിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് മസാലയൊക്കെ പുരട്ടി പിന്നെ കടായി അങ്ങനെ ഇട്ട ക്യാരറ്റ് ചോറൊക്കെ കടായി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ചിക്കൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്യാരറ്റ് ചോറൊക്കെയുള്ള ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം ഇത് അവിടെയൊക്കെ ഉള്ള പോട്ടിൽ അവർ ചെടികളൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇത് എൻ്റെ അനിയത്തി ഇവരെ കൂടെ ഇതൊക്കെ ഫോൺ വിളിച്ചൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫോണ് കാണുമ്പോൾ ഗ്രാമഫോൺ സിനിമയിലുള്ള ആ ഒരു ഫോണാട്ടോ ഓർമ്മ വരിക എപ്പോഴും. അന്ന് ആ ഒരു ടൈമൊക്കെ അത് കാണുമ്പോൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ഫോണില്ലേ എന്നൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ ആ ഒരു സിനിമ കണ്ട ടൈമിൽ. ഇപ്പോൾ എന്താണ് ഇത് പിന്നെയും ഓർമ്മയാക്കിട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് പിന്നെ ചോറുക്കുള്ള എന്താണ് സ്പൈസസ് ആട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വിട്ടുതരാട്ടോ. ക്യാരറ്റ് ചോറിൻ്റെയും താമിയ ഉണ്ടാക്കിയ എന്താണ് അതിൻ്റെതൊക്കെ അങ്ങനെ ക്യാരറ്റ് ഇട്ട് എന്താണ് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു കരിമ്പ്. അപ്പോൾ ഞങ്ങൾക്കും വേണ്ടിയിട്ട് മുറിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല വണ്ണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്.
അങ്ങനെ എന്താണ് ഇവിടെ വന്നപ്പോൾ ഓരോരോ ഐറ്റംസൊക്കെയാണ് നമ്മളിങ്ങനെ കഴിക്കണം. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് അരി ഇട്ടുകൊണ്ടിരിക്കുകയാണിത്. കുക്കറിലാണ് കേട്ടോ. ഇത് ഞാൻ എന്താണ് കരിമ്പ് എനിക്ക് കഴിക്കാനും വേണ്ടിയിട്ട് പീസ് എടുക്കുക കേട്ടോ. അങ്ങനെ ഇത് കുറേ സമയം ഇങ്ങനെ വെട്ടിയെടുക്കണമല്ലോ. ഓരോ പീസാക്കി വെട്ടിയെടുത്താൽ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, കത്തിയെങ്ങാനും മേല് കൊള്ളുമോ എന്നുള്ള നല്ലൊരു ഭയമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ പീസാക്കി ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഒരു പീസാക്കുമ്പോൾ ഒരാളറിയും എനിക്ക് മറ്റേ പീസ് അങ്ങനെ ആയിട്ട് അങ്ങനെ നല്ലോണം എൻജോയ് ഒക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ റെഡിയാക്കുക. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വായ അടങ്ങാനായിട്ടില്ല കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ തിന്നാനുണ്ടാവും. ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കണ പോലെ തന്നെ ഇവിടെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കടയിൽ നിന്നും അങ്ങനെയൊക്കെയല്ലേ മിഠായിൻ്റെ, ഇവിടെ ഇവർ ഉണ്ടാക്കിയ അതൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിന്. കുട്ടികൾക്കൊന്നും പോരാനൊന്നും തീരെ താല്പര്യമില്ല. അങ്ങനെ ചോറ് അടുപ്പിൽ വെച്ചാണ്. പിന്നെ എന്താണ് ഇത് കടായി വെക്കാനുള്ള ഉരുളി വെച്ചിരിക്കണ്. മറ്റേ കുക്കറിൽ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഇതുണ്ടല്ലേ കരിമ്പ് തിന്ന് കടിച്ച് വേസ്റ്റ്. ഇത് പിന്നെ അവർ മുകളിൽ തന്നെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഭയങ്കര ഒരു യൂസ്ഫുള്ളായിട്ടോ. നമുക്ക് മറ്റേത് റൂമിലായാൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈറ്റ് ഇടാൻ. ഇത് വേണ്ടവർക്ക് എപ്പോൾ വന്നും വായിക്കുക പഠിക്കുക അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവരെ ഇഷ്ടം പോലെ മുകളിലത്തെ ഫ്ലോറിൻ്റെ ചുമരും ടൈലിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് തോത്തിയെടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും അഴുക്കുണ്ടായാൽ. ഇത് ഉമ്മയും അനിയത്തിയും മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കിക്കാണാണ്. അപ്പോൾ അനിയത്തി കറിവേപ്പിൻ്റെ മരം കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അവൾക്ക് അതാണ് ഭയങ്കര ഇഷ്ടമായത് പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് ഓരോന്നായിട്ട് ഇങ്ങനെ മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ ആയിട്ട് നോക്കിക്കാണും. ഇത് പിന്നെ മുകളിൻ്റെ പിന്നെ ഒരു മുകൾക്കും കൂടെ സ്റ്റെയർ ഉണ്ട് കേട്ടോ. അവിടെ എന്താ വെച്ചാൽ ഒരു ബാത്റൂമും പിന്നെ അവിടെ ഷീറ്റ് ഇട്ടേക്കാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഷീറ്റിട്ട് എന്താണ് നമുക്ക് അലക്കിയിടണമെങ്കിൽ അലക്കിയിടാം. പിന്നെ അതിനുള്ള സൗകര്യം താഴെ തന്നെ ഉണ്ട്. എന്താണ് ഫസ്റ്റത്തെ ഫ്ലോറിൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ അല്ല. പിന്നെ അതിൻ്റെ മുകൾക്ക് ഇത് ടാങ്കാണ്, വാട്ടർ ടാങ്കാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ ഒരു ബാത്റൂമും സെറ്റാക്കിയാണ്. എല്ലായിടത്തും നല്ല മെയിൻ്റെനൻസ് വേണ്ടി വരും കേട്ടോ. വീടും തന്നെ നല്ല ക്ലീനിങ്ങിലാണ് കേട്ടോ മേമ കൊണ്ടെടുക്കുന്നത്. ഞങ്ങൾക്ക് ബാത്റൂമൊക്കെ കണ്ടിട്ട് അത്ഭുതമായിട്ട്, കാരണം അത്രയ്ക്ക് ക്ലീനിങ്ങിലായിരുന്നു അവർ. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യല്ലേ, എന്നും ഡെയിലി മക്കൾസ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഇഷ്മോളൊക്കെ പിന്നെ സിറ്റ് ഔട്ടിൽ ഫസ്റ്റത്തെ ഫ്ലോറിൽ നിന്നും സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ വ്യൂ കാണണം. അങ്ങനെ എല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ എളാപ്പാടെ വീട്ടിലത്തെ സ്വിമ്മിങ് പൂളിൽ ചാടുന്നതും വേറെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് അങ്ങനെ ഇതാണ് ക്യാരറ്റ് ചോറ് റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് ചോറ്. അതിലേക്കുള്ള ഗ്രേവിയാണിത്, ചിക്കൻ ഗ്രേവിയായിരുന്നു. ഇത് നേരത്തെ കാണിച്ചു തന്ന ബാർലി പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിനെന്തോ ഒരു പേരുണ്ട്, അത് ഞാൻ മറന്നു പോയി. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ടൈമിലാണ് ഇത് കണ്ടത്. ഈത്തപ്പഴവും അങ്ങനെ പല ഐറ്റംസാണ് കേട്ടോ ചേർക്കുന്നത്. അതേപോലെ എന്താണ് മധുരത്തിന് ഹണിയാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ.